ഡിസംബർ ഇസ് ഓൾവേസ് എ സ്പെഷ്യൽ മന്ത്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഈ ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ മോൻ്റെ ബർത്ത്ഡേ മന്ത് കൂടെയാണ് ഡിസംബർ. എല്ലാവരും പറയുമായിരുന്നു ഒരു ദിവസം കൂടെ പിടിച്ചു തന്നായിരുന്നെങ്കിൽ 25th മോന് ജനിക്കായിരുന്നു എന്നുള്ളത്. അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 24 ഡിസംബറാണ്. പ്രസവവേദന പിടിച്ചു നിർത്താൻ പറ്റുന്നൊരു കാര്യം അല്ലാത്തത് കൊണ്ട് അവൻ ഡിസംബർ 24 തന്നെ വന്നു. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നത് രസ്നേച്ചിയുടെ കൂടെ ഡെൽവിനേട്ടൻ്റെ കൂടെയൊക്കെയാണ്. മോൻ ജനിച്ചിട്ട് ഇത് രണ്ടാമത്തെ ക്രിസ്മസ് ആണെങ്കിലും ഫസ്റ്റ് ക്രിസ്മസ് അങ്ങനെ നമ്മൾ ആഘോഷിച്ചിട്ടൊന്നുമില്ല. സോ ഇത് അവൻ ആഘോഷിക്കുന്ന ഒരു ഫസ്റ്റ് ക്രിസ്മസ് ആണ്. എല്ലാവരും കൂടെ അങ്ങനെ ഒന്നിച്ചു കൂടുമ്പോൾ അതൊരു രസമാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ഫോർമാലിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം നമ്മുടെ വീടാണ്. ഇതിപ്പോൾ നമ്മൾ രസ്നേച്ചിയുടെ അവിടെ പോയാലും സൗമ്യ ചേച്ചിയുടെ അവിടെ പോയാലും അവരിങ്ങോട്ട് വന്നാലും എല്ലാം നമ്മുടെ വീടാണ്. നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഫുഡിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. കപ്പയും മീൻകറിയിലും തുടങ്ങി നമ്മൾ ചോക്ലേറ്റ് പുഡിങ്ങിലാണ് അവസാനിപ്പിച്ചത്. അതിൽ എനിക്ക് ഫേവറേറ്റ് ആയത് ഓഫ് കോഴ്സ് ആ പുഡിങ് തന്നെയാണ്. അതെന്താണെന്നറിയില്ല, ചോക്ലേറ്റ് ഏത് വഴി കൂടെ പോയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി. സോ ഒരു ദിവസം ഞാൻ ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം കേട്ടോ, ചേച്ചിയോട് ചോദിച്ചിട്ട്. അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം നല്ല ആസ്വദിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ 3 പേരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു. ലാസ്റ്റാണ് കേട്ടോ ചേട്ടന്മാരെല്ലാവരും ഫുഡ് കഴിച്ചത്. ഒരു 12 മണിയായെന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മുടെ കൂടെ സിനി ചേച്ചി കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ വീഡിയോയിൽ ചേച്ചിയെ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാവില്ല, കുറച്ച് ലേറ്റായി ചേച്ചി വരുമ്പോൾ. കഴിക്കാനിരിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ ഞങ്ങൾ തീർത്തു. ഫാമിലി ആയിട്ടും കുട്ടികളുടെ മാത്രമായിട്ടും ഫോട്ടോഷൂട്ടൊക്കെ ഞങ്ങൾ ആദ്യം തീർത്തു കേട്ടോ. സോ അത് കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞപ്പോൾ ഏകദേശം 12:45 1 മണി സമയമായിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.